ഇവർ പറഞ്ഞു ഫെമിനിസം അതിന്റെ ഫസ്റ്റ് വേവ് തന്നെ തങ്ങി കെട്ടിക്കിടക്കാന്നുള്ളത്. ഇപ്പൊ ആക്ച്വലി ഒരു ഫോർത്ത് വേവ് ആണ് അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് വേവ് എത്തുമ്പോഴേക്ക് ഈ ജൂഡിത്ത് ബട്ട്ലറിനെ പോലുള്ള ഒന്ന് കേൾക്കും മാഡം പ്ലീസ്. ഐ ലിസൺ ടു യു റൈറ്റ്. പ്ലീസ് ലിസൺ ടു മീ ആസ് വെൽ. പ്ലീസ് ഷോ men some respect, the same respect that you owe, right? So all I'm saying is ഫെമിനിസം അതിന്റെ ഫസ്റ്റ് വേവിൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, ഈ വീട്ടിനകത്ത് ഒരു വീടൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് എന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയൊരു വേവ് നടന്നു. ഇപ്പം മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ നാലാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ബയോളജിക്കൽ സാധനം എന്ന് പറഞ്ഞ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഒരു തെറ്റായ കോൺസെപ്റ്റാണ്. ഈ ജെൻഡർ എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ബയോളജിയെ പൂർണ്ണമായും ഡിനൈ ചെയ്തുകൊണ്ടാണ് ഇവർ ഫെമിനിസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. പക്ഷേ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് റൈറ്റ്സ് വേണം, അല്ലെ ഫെമിനിസം, ഇതിനോടൊന്നും എതിർപ്പില്ല. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഈ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമത്തിന് തുല്യമായിട്ടുള്ള പുരുഷന്മാർക്ക് നിയമം ഉണ്ടോ ഇവിടെ? BNS-ലെ ഒരുപാട് ആർട്ടിക്കിൾസ് കോട്ട് ചെയ്ത് പറയാൻ പറ്റും. 63 അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി അങ്ങനത്തെ ഒരു റൈറ്റ് പറയാൻ പറ്റുമോ? റേപ്പിന്റെ ഡെഫിനിഷൻ തന്നെ ഒരു പുരുഷൻ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ക്രൈമാണ്. ഒരു റിവേഴ്സ് സൈക്കോളജി അതിലില്ല, അല്ല അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല, അങ്ങനെ നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ പോലും ഇല്ല. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ സ്ത്രീകൾക്ക് റൈറ്റ്സ് വേണ്ട, അല്ലെ ഫെമിനിസം ഒരു തെറ്റായ കോൺസെപ്റ്റ് ആണ് എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഫെമിനിസം ഒരു വലിയ എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഫെമിനിസം ഇസ് ജസ്റ്റ് എൻ ഐഡിയോളജി. നിങ്ങൾ ഒരിക്കലും പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നില്ല. പുരുഷന്മാർക്ക് നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാദിക്കുന്നില്ല. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നേരിട്ടൊരു വെല്ലുവിളിയുള്ള ചോദ്യം അദ്ദേഹം പറഞ്ഞു. മെന്റൽ ഹെൽത്തിൽ എപ്പോഴാണ് സ്ത്രീകളെ പുരുഷന്മാരെ ഒരുമിച്ച് കണ്ടിട്ടുള്ളതെന്ന്. ഇതിൽ നമ്മൾ ലിബറൽ ആയിട്ടുള്ള ഫെമിനിസം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. റാഡിക്കൽ ആയിട്ടുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം. ഞങ്ങളുടെ അടുത്ത് വരുന്ന കേസസിൽ പലതും സ്ത്രീകളെ അടിച്ചു, സ്ത്രീകളെ അത് ചെയ്തു എന്ന് പറഞ്ഞ വയലൻസിലാണ് വരുന്നത്. ആ സമയത്ത് നമുക്ക് ആ കോർട്ടിലേക്ക് കേസ് കൊടുക്കോ, അല്ലെങ്കിൽ സാറിനെ പോലെ ഒരു വക്കീലിന്റെ അടുത്തോട്ട് ആ കേസ് വിടാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറയാം അത് ഡൊമസ്റ്റിക് അബ്യൂസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ഫെമിനിസ്റ്റ് ചിന്താഗതി ഉണ്ടായിട്ടും പുരുഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ച കേസസ് ഉണ്ട്. ആ സമയത്ത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തു. കാരണം ഒരു കുടുംബം മുന്നോട്ട് പോകണം. ആ ചിന്താഗതി ഒരു സ്ത്രീയുടെ പേരിലുള്ള ഒരു ഭാര്യ ഭർത്താവിനെ അടിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ അടിച്ചു, ആ ഭർത്താവ് എങ്ങനെ? ആക്ച്വലി ഇപ്പൊ പോക്സോ കേസസ് അതിൽ ഒരുപാട് ബോയ്സ് മറുഭാഗത്ത് പ്രെഡേറ്റർ ഫീമെയിൽ ആയിരിക്കും. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞാൽ ടോട്ടലി ഈ കേസസ് ഇല്ലാതാവുകയാണോ? 18 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നാണോ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊവിഷനെ നമ്മുടെ നിയമത്തിലില്ല. നമ്മുടെ നിയമം കാണുന്നത് മെയിൽ ഇസ് എ പ്രെഡേറ്റർ എന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾ എത്ര തന്നെ നിങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ചോളൂ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നില്ല എന്ന നിലപാടേ അല്ല. ഞങ്ങൾ പറയുന്നത് ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി നിയമം തന്നെ ഇല്ല എന്നതാണ്. അപ്പൊ ആ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നിങ്ങളെ പോലെ സ്ത്രീകൾക്ക് സഹായിക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് നിയമങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. പ്രശ്നങ്ങൾ അത് തെറ്റായ കോൺസെപ്റ്റാണ്.